ഈ ഒരു അടയാളം കണ്ട അതായത് ഇത് പുള്ളിപ്പുലി കയറി കിടക്കുന്നതാണ്. ഇതിൽ കയറി അത് ആ കൊമ്പുണ്ടല്ലോ അതിൽ കയറി കിടക്കും. നമ്മളെ കണ്ടത് കാട്ടുപോത്ത് എണീറ്റ് നമ്മളെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ കാട്ടുപോത്ത് ആ മൂവ്മെൻറ്റ് മാറുന്നവരെ നമ്മൾ അവിടെ തന്നെ നിൽക്കണം, ഒരു അനക്കവും ഇല്ലാതെ. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇത് മാറും. ഇതെന്താ ചെയ്യുക കരടി? ഇത് മാന്തിയിട്ട് ആ ചെതലുണ്ടാവും, ആ ചെതൽ തിന്നാൻ വേണ്ടിയിട്ടാണ് മാന്തിയിട്ട് ഒരു ബോൾ പോലെ സാധനം കാണും ചെതൽ, അത് ഉരുട്ടി പുറത്തേക്ക് എടുത്ത് കഴിക്കും. എന്താ പറയുന്നത്? പുല്ലാമരുത്. പുല്ലാമരുത് മരുത് അല്ലേ? എന്താ പുള്ളിപ്പുലിയുടെ സ്ക്രാപ്പ് മാർക്കാണിത്. ഇത്ര അടുത്ത് വരുമല്ലേ സ്റ്റേഷനിൽ? സുഹൃത്തുക്കളെ, പറമ്പിക്കുളത്തേക്ക് KSRTC ബസ്സിൽ എങ്ങനെ എത്താമെന്ന വീഡിയോ നിങ്ങൾ കണ്ടു. പറമ്പിക്കുളത്തെ ഏറ്റവും പ്രശസ്തനായ ടൈഗർ ശ്രീനിവാസൻ്റെ വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ടൈഗർ ശ്രീനിവാസൻ ആ വീഡിയോയിൽ പറയുന്ന തൻ്റെ നൻപനായ, അതായത് സുഹൃത്തായ പ്രഭുവിൻ്റെ കഥയാണ് ഈ വീഡിയോയിൽ. കാടിനെയും മൃഗങ്ങളെയും എല്ലാം അനുഭവിച്ചറിഞ്ഞ പ്രഭുവിനൊപ്പം നമുക്കും യാത്ര പോകാം. സ്വാഗതം. പുള്ളിപ്പുലി എന്താ പുള്ളിപ്പുലിയുടെ സ്ക്രാപ്പ് മാർക്കാണിത്. ഇത്ര അടുത്ത് വരുമല്ലേ സ്റ്റേഷനിൽ? അതെങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നത്? ഇത് പുള്ളിപ്പുലിയുടെ ആണെങ്കിൽ ഈ ചെറുതായിട്ടേ കാണുള്ളൂ. നമ്മൾ ഈ നടക്കുന്ന വഴി സൈഡിൽ, പിന്നെ റോഡിൻ്റെ സെൻറ്റർ ഭാഗം, ഈ ഭാഗത്തൊക്കെ ഈ പുള്ളിപ്പുലിയുടെ സ്ക്രാപ്പ് മാർക്ക് ഉണ്ടാകും. പിന്നെ അതുമല്ലാതെ കടുവൻ്റെയൊക്കെ ആണെങ്കിൽ ഇത്തിരി വലുപ്പത്തിലായിരിക്കും, ഇത്തിരി വീതി കൂടുതലായിരിക്കും, ഇത്തിരി നീളം കൂടുതലായിരിക്കും. പിന്നെ കടുവേൻ്റെ ആണെങ്കിൽ ഇത്തിരി പഗ് മാർക്കിൻ്റെ ആ ഫിംഗറിൻ്റെ അടയാളമൊക്കെ കറക്റ്റായി കാണാൻ പറ്റും. പുള്ളിപ്പുലി ആണെങ്കിൽ കാണും, പക്ഷേ എന്നാലും ഇത്രയും കടുവേൻ്റെ അത്രയും പേരില്ല പുള്ളിപ്പുലിയുടെ സ്ക്രാപ്പ് മാർക്കിന്. അടയാളം വെച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അറിയാം നമുക്കിതാണ് പഗ് മാർക്ക്. ശരി. ഏത് ഇതാണല്ലേ? ഇതാണ്. ഇവിടെ വെള്ളക്കെട്ട ഉള്ളതുകൊണ്ട് ആനയൊക്കെ വരുമായിരിക്കും. അതെ, വയലിൽ ഫുൾ ടൈം വെള്ളം ഉണ്ടാകും. ഈ ചാല് എല്ലാം വേനലിലും വെള്ളം ഒഴുക്കില്ലെങ്കിൽ തന്നെ അവിടെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കും. അത്യാവശ്യം വെള്ളം കാണും. ഈ പുല്ല് കണ്ടല്ലേ, ഇത് കാട്ടുപോത്ത് കൂടുതൽ കഴിക്കും സാധനത്തിന്. ഇവിടെ കാട്ടുപോത്ത് ഇറങ്ങുന്ന സ്ഥലമല്ലേ? അത് കാട്ടുപോത്തൊക്കെ അത് കണ്ടാൽ തന്നെ അറിയാം. കാട്ടുപോത്ത് കടിച്ചിട്ട് കട്ട കട്ടായി നിൽക്കണല്ലേ, കാട്ടുപോത്ത് കഴിച്ചിട്ടാണ്. കൂടുതൽ കാട്ടുപോത്ത് ഇഷ്ടംപോലെ ഉണ്ട് കാട്ടുപോത്ത്. ശരിക്കും പറഞ്ഞാൽ പറമ്പിക്കുളത്തിൻ്റെ ഫ്ലാഗ് ഷിപ്പ് അനിമൽ കാട്ടുപോത്താണ്. അത്ര അധികം? അതെ, ഇഷ്ടംപോലെ ഉണ്ട്. കാട്ടുപോത്തുള്ളതുകൊണ്ട് കടുവയും സുഖമായിട്ട്. അതെ അതെ. കൂടുതലും ഇത് ഭക്ഷിക്കുന്നത് മ്ലാവിനെയാണ്. മ്ലാവാണ്. അത് ശരി. ഈ സ്പോട്ടഡ് ഡിയറിനോട് അത്രയും താല്പര്യമില്ല? ഇല്ല, അത് അപ്രത്യക്ഷമായിട്ട് 1-2 പിടിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ കൂടുതലായിട്ട് എയിം ചെയ്യില്ല ഇതിനെ. ശരി. പിന്നെ സാമ്പാർ ഡിയറിൻ്റെ പ്രത്യേകത വേറെന്ന് വെച്ചാൽ, സാമ്പാർ ഡിയർ ഇങ്ങനെ പെട്ടെന്ന് ഈ കടുവകളെ കണ്ടു കഴിയുമ്പോൾ കടുവ പമ്മി ഇരിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അടുത്തേക്ക് പോകും. അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്
ഇതിൽ എന്താണെന്ന് ഇരിക്കുന്നത് ആ സാധനം അറിയാൻ വേണ്ടിയിട്ട് ഒരു അടുത്തേക്ക് പോകുമ്പോഴാണ് അറ്റാക്കിങ് നടക്കുന്നത്. ഈ പോത്തിനെയും കാട്ടുപോത്തിനെയും ഇതങ്ങനെ അറ്റാക്ക് ചെയ്ത് ഫുഡ് അടിക്കുന്നതൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ കില്ല് കണ്ടിട്ടുണ്ട്, അതങ്ങനെ ഫീഡ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഇല്ല, അങ്ങനെ കാണാനായിട്ട് കൊണ്ടുപോകല്ലേ? അതെ, ഒരു 500 കിലോ സൈസൊക്കെ ആണെങ്കിൽ 500, 600 അങ്ങനത്തെ സൈസൊക്കെ ആണെങ്കിൽ ഒരു 4 ദിവസം കൊണ്ട് തീർക്കും. ശരി, 4 ദിവസം കൊണ്ട് ഒറ്റ കടുവ തീർക്കും. ഒരു കടുവ വേറെ ആർക്കും ഷെയർ ചെയ്യില്ല? ഇല്ല, അത് ഗ്രൂപ്പ് ഹണ്ടിങ് ആകുമ്പോഴാണ്. ഗ്രൂപ്പ് ഹണ്ടിങ് കടുവ അങ്ങനെ നടത്താറുണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. ആണല്ലേ? പറഞ്ഞ അത് കുട്ടിയും തള്ളയാണ്, ഒരു 5 എണ്ണം. ആ സമയങ്ങളിൽ ഒരു ദിവസം തന്നെ ഞങ്ങൾ കണ്ടതിൽ പറയാണ് ഒരു വയൽ 2 കാട്ടുപോത്തിനെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ 2 എണ്ണവും 2 ദിവസം കൊണ്ട് തീർത്തത്. അത് ശരി, 2 ദിവസം കൊണ്ട് ഈ സാധനം തീർത്തു. അങ്ങ് അപ്പുറത്ത് പുഴ പോലെയാണോ കാണുന്നത്? അങ്ങ് ദൂരെ ഇത് ഡാമാണ്, നമ്മുടെ ഡാമാണ്. പറമ്പിക്കുള്ള ഡാമിൻ്റെ കുറച്ച് ഏരിയ ആണ് ഇങ്ങോട്ട് കിടക്കുന്നത്. അത് ശരി. ഡ്രോങ്കോ ആണ്, റാക്കറ്റ് ഡ്രോങ്കോ ആണെന്ന് അല്ലേ? ഡ്രോങ്കോ മാത്രമല്ല, അവിടെ വേറെ എന്തൊക്കെയോ ബേർഡ്സ് ഉണ്ട്. ഇതുണ്ട് വെൽവെറ്റ് ഫ്രണ്ടറ്റ് നറ്റാച്ച്. എവിടെയുണ്ട്? നറ്റാച്ച് ഉണ്ട് മേലതോ. ആ മുകളിൽ. ഇത് ഈ ഡാമിലേക്കുള്ള വഴിയാണോ? ഇത് ടണൽ എൻട്രി. ടണൽ എൻട്രി ആണല്ലേ? നമ്മൾ ഇങ്ങോട്ട് പോയാൽ ടണൽ എൻട്രി. ആനയുടെ ഇവിടെ എല്ലാം എപ്പോഴും വരുന്നതായിരിക്കും അല്ലേ? ചില ഇപ്പോൾ ഈ സമയത്തൊക്കെ അത്യാവശ്യം സൈറ്റിംഗ് ഉണ്ട് ആനയുടെ. എന്താ പറയുന്നത്? പുല്ലാമരുത്. മരുത് അല്ലേ? നിറയെ പൂത്ത് നിൽക്കുന്ന ഇതിൻ്റെ സീസണാണോ ഇപ്പോൾ? അതെ. ഈ പുല്ലാമരുത്, കരിമരുത് ഇതൊക്കെ പൂക്കുമ്പോഴാണ് തേൻ്റെ സീസൺ തുടങ്ങിയെന്നാണ് നമ്മൾ അറിയുന്നത്. തേൻ്റെ സീസൺ തുടങ്ങി. അത് ശരി. ഇതിൽ ഇഷ്ടംപോലെ ബേർഡ്സ് വന്ന് തേൻ കുടിക്കാൻ പറ്റും. അതെ. ഇതെന്താ ചെയ്യുക കരടി? ഇത് മാന്തിയിട്ട് ചെതലുണ്ടാവും. ആ ചെതൽ തിന്നാൻ വേണ്ടിയിട്ടാണ് മാന്തിയിട്ട് ഒരു ബോൾ പോലെ സാധനം കാണും ചെതൽ, അത് ഉരുട്ടി പുറത്തേക്ക് എടുത്ത് കഴിക്കും. അത് ശരി. ഇവിടെ എല്ലാം താഴെ അങ്ങനെ പാടുക. മുള്ളമ്പന്നിയുടെ കാഷ്ടമാണ്. അത് ശരി. ഇവിടെ എല്ലാത്തരം ഉണ്ടല്ലേ? നീലഗിരി ഉണ്ട്, ഹനുമാൻ ലങ്കൂർ ഉണ്ട്, ലങ്കൂറുണ്ട്, ഉണ്ട്. ആണല്ലേ? ബോണറ്റ് മക്കാക്ക്. അത് ശരി. ഈ പറമ്പുകുളത്തിൻ്റെ ഡ്രൈ ഡിസീസ് ഫോറസ്റ്റിലാണ്. അതെവിടെയാ? അത് നമ്മുടെ ചേത്തുമട കഴിഞ്ഞ് ഇങ്ങോട്ട് മേലെ കയറുന്നില്ലേ? അപ്പോൾ നമ്മുടെ കുറച്ച് ഏരിയയും കൂടി ഉണ്ട് അവിടെ. പൂച്ചിമ്പുടി എന്ന് പറയാം. അവിടെ ഫുള്ളും ഡ്രൈ ഡിസീസ് ആണ്. അവിടെയാണ് ഈ സാധനങ്ങൾ കൂടുതൽ കാണുന്നത്. അത് ശരി. പക്ഷേ ഈ വരുന്ന വഴിയിലൊന്നും കാണാനില്ല. വരുന്ന വഴിയിൽ നിങ്ങൾ ചേത്തുമടയിൽ നിന്ന് കയറുമ്പോൾ നമ്മുടെ ടോപ്പ് സ്റ്റെപ്പ് എത്താറാകുമ്പോൾ ആ ഒരു ഇടയിൽ കാണാം ഇതിനെ. ആണല്ലേ? ഹനുമാൻ ലങ്കൂറിനെ. അത് ശരി. അപ്പോൾ ഇവിടെ എല്ലാത്തരം ഇതുണ്ടല്ലേ? എന്താണ്? സ്ട്രൈപ്പ്ഡ് പാം സ്ക്വിറൽ. സ്ട്രൈപ്പ്ഡ് സാധാ നാട്ടിലുള്ള അതെ, 3 സ്ട്രൈപ്പ്ഡ് പാം സ്ക്വിറൽ. വൈറ്റ് ബെല്ലി ട്രീപ്പി ഇവിടെ വളരെ കോമൺ അല്ലേ? വൈറ്റ് ബെല്ലിയും റൂഫസ് ട്രീപ്പിയും രണ്ടും ഉണ്ടല്ലേ? രണ്ടും.
ഈ കുട്ടിത്തേവാങ്ങനെ എവിടെ നിന്ന് കണ്ടെന്ന് പറഞ്ഞേ? കുട്ടിത്തേവാങ്ങ ഡ്രൈ ഡെസിഡസിൽ, ഓഹോ. ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റാണ് കൂടുതൽ കാണുന്നത് ആ സാധനത്തിന്. അല്ല ഇവിടെ എവിടെ, ഏത് ഭാഗത്താ? ഇവിടെ നമ്മുടെ ഞങ്ങൾ ഒരുക്കൊമ്പൻ ഭാഗത്ത് കണ്ടിട്ടുണ്ട്. ഓ ശരി. ഒരുക്കൊമ്പൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ആ. അവിടെ ഒരു മല കയറുമ്പോഴാണ് ഈ ഡ്രൈ ഡെസിഡസ്, കുറച്ചൊരു ഡ്രൈ ഡെസിഡസും പിന്നെ ഒരു ഗ്രാസ് ലാൻഡുമാണ് അവിടെ, ചെറിയൊരു ഗ്രാസ് ലാൻഡ് പോലെ. അവിടെ വെച്ചാണ് ഈ സാധനത്തിനെ കണ്ടത്. പകലായിരുന്നു കേട്ടോ അതെ. ആ ആ. പുള്ളിമാനാണ് ഇവിടെ കുറേ ഉള്ളത് അല്ലേ, മ്ലാവിനെക്കാട്ടിൽ? പുള്ളിമാൻ കൂടുതലാണ്. ഇപ്പോൾ പെരിയാറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കൂടുതലും എനിക്ക് തോന്നുന്നു പുള്ളിമാൻ അവിടെ ഇല്ലല്ലോ, അപൂർവമായിട്ട് എങ്ങാണ്ട്. വൈറ്റ് ബില്ലി ട്രിപ്പില്ലേ? ഓ കാട്ടുപോത്തുണ്ടല്ലേ? ഓ 2 ഉണ്ടല്ലോ. അത് മെയില് ഫീമെയിലുണ്ട്, രണ്ടും ഉണ്ടല്ലേ? അപ്പോൾ കാട്ടുപോത്ത് നമ്മളെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് സഡനായിട്ട് നമ്മൾ കണ്ടു. നമ്മളെ കണ്ടത് കാട്ടുപോത്ത് എണീറ്റ് നമ്മളെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ കാട്ടുപോത്ത് ആ മൂവ്മെൻറ്റ് മാറുന്നവരെ നമ്മൾ അവിടെ തന്നെ നിൽക്കണം, ഓരോ അനക്കവും ഇല്ലാതെ. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇത് മാറും. ഇത് മാറി അങ്ങോട്ട് തിരിയുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറിക്കഴിയുമ്പോൾ പിന്നെ ആ സ്ഥലത്തേക്ക് തിരിഞ്ഞ് നോക്കും. ഒന്നുമില്ല എന്നറിയുമ്പോൾ ഫ്രീഡായിട്ട് ഇത് ഇങ്ങനെ മേയാൻ തുടങ്ങും. ശരി. നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയായിരിക്കും അല്ലേ? അതെ അതെ. കടുവയൊക്കെ കടുവ അങ്ങനെ തന്നെ. കടുവ ഇപ്പം നമ്മൾ കുറച്ച് ദൂരെയൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ തന്നെ നമ്മളെ കണ്ട ഉടനെ കടുവ നമ്മൾ എന്തൊരിതിലും ഉൾക്കാട്ടിനകത്തായാലും ഓപ്പണായ സ്ഥലത്ത് കടുവ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ നോക്കും. നമ്മളത് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു അനക്കം കണ്ടാൽ മതി, ആ അനക്കത്തിൽ ഈ സാധനം ഓടിപ്പോകും. പക്ഷെ അത് നമ്മൾ അനങ്ങാതെ നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റോ ഇല്ലെങ്കിൽ 20 മിനിറ്റിൽ കൂടുതലും പോകും. കടുവ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കും. കുറേ സമയം കഴിയുമ്പോൾ കടുവയ്ക്ക് മനസ്സിലാകും അവിടെ ഒന്നുമില്ല, നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു സാധനമല്ല എന്നറിയുമ്പോൾ കടുവ തന്നെ നമ്മളെ മൈൻഡ് ചെയ്യില്ല പിന്നെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളൊരു മൂവ്മെൻറ്റും കാണിക്കാൻ പാടില്ല. കുറേ കഴിയുമ്പോൾ തന്നെ അത് മനസ്സിലാക്കിക്കോളും. അവരെ കൊണ്ട് നമുക്ക് ഉപദ്രവമില്ല എന്നറിയുമ്പോൾ പിന്നെ കടുവ നമ്മൾ എത്ര അടുത്ത് വേണമെങ്കിൽ പോവാം. അത് ശരി. അല്ലെങ്കിൽ ആ സെക്കൻഡിൽ ഓടി പോകും. നമ്മൾ അനങ്ങിയോ ആ സ്പോട്ടിൽ നമ്മളെ കണ്ട ഓടി പോകും. ശരി. ബേഡ്സ് കൂടുതൽ ഈ വേഴാമ്പലാണ് നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളത്. വേഴാമ്പൽ നമ്മൾ ഭയങ്കര മൈന്യൂട്ടായിട്ട് നമ്മളെ നോക്കും. എത്ര അകലെയാണെങ്കിലും താഴെ നമ്മൾ വരുന്ന സമയത്ത് ഒരു ബേഡ്സിൻ്റെ അനക്കമോ അണ്ണാൻ്റെ അനക്കമോ കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ശ്രദ്ധിച്ച് നോക്കും വേഴാമ്പലൊക്കെ. പക്ഷെ കുറേ നേരം ശ്രദ്ധിച്ചിട്ട് എന്നിട്ട് അതിന് ഉറപ്പ് വരുത്തണം. അവിടെ ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തുമ്പോഴാണ് ഇത് പിന്നെ അടുത്ത മൂവ്മെൻറ്റ് ഉണ്ടാക്കുക. ശരി. ഇതിൻ്റെ സീസൺ എപ്പോഴേ ഞാവൽപ്പഴത്തിൻ്റെ? ഇത് സീസൺ വന്നിട്ട് ജൂലൈ ഏപ്രിൽ മെയ് ആ മാസത്തിലാണ്. എത്ര നാളുണ്ടാവും? ഒരു 1.5 മാസം 2 മാസം കഷ്ടി. പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ വീഴാൻ തുടങ്ങുമല്ലോ. ഒരു 2 മാസം കഷ്ടി 2 മാസം ഉണ്ടാവുള്ളൂ. ശരി. അപ്പം തന്നെ നമുക്ക് അതെ ഈ കായായിട്ട് പഴം തുടങ്ങുമ്പോൾ തന്നെ ബേഡ്സുകൾ വിടില്ല. അപ്പോൾ ബാക്കി ഉണ്ടാവും. അതെ. കരടി ഇതിൻ്റെ എവിടെ കയറിയ ഞാവൽപ്പഴം കഴിക്കും? കരടി മേലെ കയറുമല്ലേ? മേലെ കയറിയാത്ത ആ മരത്തിൽ ആ തുമ്പത്തിരിക്കുകയാണെങ്കിൽ ആ അറ്റത്ത് വന്ന് ഈ സാധനം എന്ന് കഴിക്കും. അത് ശരി. പക്ഷേ ഈ ഞാവൽപ്പഴത്തിൻ്റെ ആ സമയത്ത് ആ സീസണിൽ കരടി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ശരി. ഫുൾ ടൈം ഉണ്ടാകും കരടി. അതുപോലെ ഈ നമ്മുടെ കാട്ടുപിലാവ് ഈ ചോലക്കകത്താണ്. ആ കാട്ടുപിലാവ് ചക്ക സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആനകൾ മൊത്തം ആ സൈഡിലായിരിക്കും. എവർഗീനകത്ത് ഈ ചക്കമരത്തെ ചോട്ടിൽ ഇങ്ങനെ പോലെ ഒരു ആനയെ കാണാം.
ഈ ഷർട്ടിന്റെ അതേ ഇതേ ഇതാണ് സെയിം കളറാണല്ലേ? ഇതാ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് എല്ലാ മൃഗവും കാർണിവോറസ്, ആന, കാട്ടുപോത്ത് എല്ലാം വരുന്നുണ്ട്. ഇതുവഴി ക്രോസ് ചെയ്യില്ല. ക്രോസിംഗ് ആണ്. എന്താണ് അതിന്റെ ഒരു കാര്യം? അപ്പുറത്തെ ഒരു ഇപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് വയലാണ്. അപ്പുറത്തും അല്ലേ? അതെ, ഈ ഭാഗത്ത് കണ്ടിന്യൂ ആയിട്ട് ഫുള്ളും വയലും പിന്നെ വലിയൊരു ചാലുണ്ട്, വെള്ളച്ചാല്. ആ ചാലിലാണ് ഇതിൻ്റെ കൂടുതൽ കടുവയും പുള്ളിപ്പുലിയുടെയൊക്കെ മൂവ്മെൻറ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ വയലും ഉള്ളത് കൊണ്ട് അങ്ങനെ ഫീൽഡിൽ വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സ്റ്റാഫുകൾ ഫീൽഡിൽ പോകണം തന്നെ അവർ മൃഗങ്ങളെ കണ്ടാൽ അവർ മാറിപ്പോകും. അങ്ങനെ ശല്യം ചെയ്യാറില്ലല്ലോ. ഇങ്ങനെ ഇളക്കിയിരിക്കുന്നത് അതിൻ്റെയാണ്. അത് ഇതല്ല, ഇത് കണ്ട, ഇത് ഈ ഒരു അടയാളം കണ്ട, അതായത് ഇത് പുള്ളിപ്പുലി കയറി കിടക്കുന്നതാണ്. ഇതിൽ കയറി അത് ആ കൊമ്പുണ്ടല്ലോ, അതിൽ കയറി കിടക്കും. അത് ശരി. അതായത് ഈ ഇത്രയും റോഡിന്റെ തൊട്ടടുത്ത് അതെ, സ്ഥിരം കാണുക. സ്ഥിരം ഞാനൊരു ഇതിൽ തന്നെ അത്യാവശ്യം കുറേ തവണ കണ്ടിട്ടുണ്ട് ഇതിനെ. ബസ്സിൽ ഇങ്ങോട്ട് പോകും വൈകിട്ട് സമയം പോകുമ്പോൾ. അത് ശരി. നമ്മളെ കണ്ടാൽ മാറുമോ? നമ്മളെ അല്ല, വണ്ടി നിർത്തിയാൽ അങ്ങനെ തന്നെ കിടക്കും. അത് ശീലിച്ചു പോയി. ഈ പരിസരത്ത് കാണുന്നത് അതങ്ങനെ കണ്ട് ആൾക്കാരെ കണ്ട് കണ്ട് ശീലിച്ചത് കൊണ്ട് വണ്ടി നിർത്തിയാൽ അത് അവിടെ തന്നെ കിടക്കും. പുലിയുടെ നല്ല പോപ്പുലേഷൻ ഉണ്ടല്ലേ ഇവിടെ? പുള്ളിപ്പുലി അത്യാവശ്യം കൂടുതലുണ്ട് ഇവിടെ, 100-ൽ കൂടുതലുണ്ട്. ശരി. കടുവയെക്കാട്ടിൽ കൂടുതലാണ്. അതെ, പുള്ളിപ്പുലിയാണ്. കണ്ടാൽ തന്നെ അറിയാം. എന്താണ് ഇത് കണ്ട, ഇത് ഒരു 1-2 ദിവസം ആയിട്ടില്ല, ഒരു 2 ദിവസം കൂടി ആയിട്ടില്ല, അത്രയും ആയിട്ടില്ല. ഇതുണ്ടായി ചവിട്ടടി കാണുമ്പോഴേ ഈ പുല്ലൊക്കെ അമർന്ന് കിടക്കുന്നുണ്ട്. ഇന്നലെ വന്നിട്ടുണ്ടാവണം ആള്.